അപ്പോൾ ഇതിപ്പം അസാൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മട്ടൻ കറി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുകയാണ്. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2 പച്ചമുളകും പിന്നെ 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിൻ്റെ ഉണ്ടല്ലോ അടപ്പൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആ ഒരു വിസിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നെടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് മട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കുക്കറിൻ്റെ അടപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വിസിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇടിയപ്പവും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മിക്ക കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിച്ചതിന് ശേഷം പിന്നെ രാത്രി ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ അപ്പവും കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മട്ടൻ കറി നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.